ജോണേ, എടാ ജോണേ, ഇറങ്ങി വന്നാൽ ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം. അങ്ങനെ ഫോർത്ത് റണ്ണർ അപ്പ് അക്ബർ ഈസ് ഹിയർ. അക്ബർ, വെൽക്കം ടു ലൈൻ. അവർക്ക് എത്തിയോ നോക്കിക്കോ, ഇന്ന് ഇവിടെ ചിലതൊക്കെ നടക്കും. അക്ബർ ഖാൻ പോരെ, അടിപൊളി. നേരിട്ട് ആരാന്ന് ഞാൻ ആലോചിക്കുന്നത്. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു ബിഗ് ബോസ് ഹൗസ്? അയ്യോ, അടിപൊളിയായിരുന്നു. എന്ത് തങ്കപ്പെട്ട മനുഷ്യനല്ലേ. അടുക്കുമ്പോഴല്ലേ ആളുകളെ പിടികിട്ടുന്നത്. അതെ, ബോഡി ഷെയ്മിങ്ങും ക്യാരക്ടർ അസാസിനേഷൻ, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. അപ്പൊ പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. അപ്പൊ ഇതൊക്കെ പറയുന്നവർക്കെതിരെ ബോഡി ഷേമിംഗ്, ആരാണ് ബോഡി ഷേമിംഗ് പറഞ്ഞത്? ഷെയ്മിങ് ഇഷ്ടം പോലെ പറഞ്ഞിട്ടുണ്ടല്ലോ. അനിമോള് പറഞ്ഞിട്ടുണ്ട്, ഓക്കെ, ഓ ഞാന് ഇങ്ങനെയാണ് അങ്ങനെയാണ്, പിന്നെ എന്റെ മൂക്ക് ഇങ്ങനെയാണ്, അങ്ങനത്തെ അത്തരം വിഷയങ്ങളുണ്ടല്ലോ. അതേമാതിരി തന്നെ മോറൽ പോലീസിങ് പോലത്തെ അങ്ങനത്തെ ടോപ്പിക്കുകളിലൊക്കെ ഒരു ബന്ധമില്ലാതെ സംസാരിച്ച ആൾക്കാർക്കെതിരെ ഞാൻ ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ല, എല്ലാം ഞാൻ പറയാം. അപ്പൊ ആക്ച്വലി അതുകൊണ്ടൊക്കെയാണ് ഞാൻ വില്ലനായത്. അങ്ങനെയാണെങ്കിൽ ഒരാളെ ആദ്യമായിട്ട് കീറിയത് അതുപോലെ ഇതുപോലെ ഒരു ക്യാരക്ടർ അസാസിനേഷൻ ഞാൻ പറഞ്ഞത് അക്ബർ അല്ലേ? ഞാൻ തീർച്ചയായിട്ടും സോറി പറഞ്ഞിട്ടുണ്ട്. താൻ ആരോടാണോ ഉടക്കാൻ നിൽക്കണ്ട, ഡാഡി പറഞ്ഞ ശരിയാ, കണ്ടാലറിയാൻ ചെറ്റയാണെന്ന്. അത് വാട്ട് മേഡ് യു കോൾ ഹർ സെപ്റ്റിക്? ആക്ച്വലി അത് ഞാൻ ഇപ്പോഴും ആലോചിക്കണം, എന്തിനാണ് ഞാനത് പറഞ്ഞത്. പണ്ടത്തരമായി പോയി. എനിക്കും ഇപ്പൊ അങ്ങനെ തോന്നുന്നു. ഞാൻ എന്തൊക്കെ എനിക്ക് വിളിക്കായിരുന്നു. ഞാൻ ആക്ച്വലി ഞാൻ ഇപ്പോഴും ഞാൻ ഇപ്പൊ ആഫ്റ്റർ പാർട്ടിയുടെ അപ്പോഴും ഞാൻ റീനു വെച്ച് മതി വ്യാഖ്യാനിച്ച് ജയിക്കാൻ ആർക്കും സാധിക്കും. അത്രയ്ക്കൊന്നും വേണ്ടിയിരുന്നില്ല. അത് എന്തിനായിരുന്നു എന്ന് ഞാൻ ആലോചിക്കും. എന്തിനായിരുന്നു? കാരണം ഞാൻ അത് എന്താ സംഭവം എന്ന് അറിയോ, ഇപ്പൊ നമ്മൾ അതിനകത്ത് വന്ന സമയത്തൊക്കെ ആക്ച്വലി നമ്മുടെ പിള്ളേർ ഗ്യാങ് ആണ് നമ്മുടെ ഈ വില്ലയില്. പാവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിക്കലുണ്ട്. തലയ്ക്ക് സുഖമില്ലാണ്ടായി എന്താ ചെയ്യാ? അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ല. അത് ഞാൻ അറിഞ്ഞു, അതുകൊണ്ടല്ലേ പറഞ്ഞത്. പിന്നെ എനിക്ക് രേണു വെച്ച് ആ മോനെ എന്നെ ഞാൻ അങ്ങനെ ആടാ എന്നൊക്കെ പറഞ്ഞപ്പോ പിന്നെ എന്റെ അടുത്താണല്ലോ രേണു വെച്ച് എടുക്കണത്. ഞാൻ ഇപ്പുറത്തെ ബെഡിൽ. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ആക്ച്വലി ലാലേട്ടൻ കൺവിൻസ് ചെയ്യാൻ പറയുന്നതിന് മുന്നേ ഞാൻ സോറി പറഞ്ഞു തുടങ്ങിയിരുന്നു. എങ്ങനെയുണ്ട് എന്റെ പെർഫോമൻസ്? നീ ഇത്രയും സംസ്കാരമുള്ള ഒരു കുടുംബത്തിൽ പിറന്നവനാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. രേണു വെച്ചിയുടെ ഫാമിലിയൊക്കെ എന്നെ കണ്ടു കഴിഞ്ഞാൽ ഓ മോനെ വാടാ ഭയങ്കര കമ്പനി. അതുപോലെ അത്യാവശ്യം നല്ലോണം തെറി വിളിച്ചു അല്ലേ ഹൗസിക്കാർ? തെറി ഇൻ ദ സെൻസ് ചീത്ത വാക്കുകൾ. അത് ആദ്യം പറഞ്ഞത് അക്ബറിനെ പറ്റിയിട്ടാണ്. അക്ബർ ഷാനവാസ് ഖാൻ ചീത്ത വാക്കുകൾ എന്താണ് പറഞ്ഞത്? ഞാനിവിടെ അത് പറയണോ? അതുകൊണ്ടല്ലേ ലാലേട്ടൻ ഒരുപാട് പ്രാവശ്യം കുറച്ചൊക്കെ സംസ്കാരം വേണോടാ, മാറി നിൽക്ക്. വിളച്ചിലാണിത്, കൂടുതൽ ഓസ്മാർട്ടാകാൻ നോക്കരുതേ. പെട്ടെന്ന് വയലന്റ് ആവുന്നു, ദേഷ്യം വരുന്നു, പില്ലോ എടുത്തറിയുന്നു, മറ്റു പുറകിൽ കൈയൊക്കെ കെട്ടിയിട്ട് ഇപ്പൊ ഇടിക്കുന്നുള്ള പോലെ നടക്കുന്നു. അത് അന്നത്തെ ചോരത്തിളപ്പിന്. ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? അക്ബർ ആക്ച്വലി കുറച്ചൊരു അഗ്രസീവ് ആണ്. ആയിരുന്നു. പണ്ടാരാണ്ടോ പറഞ്ഞ പോലെയാ നിന്റെ കാര്യം. എന്തിനാണപ്പാ എന്നെ തല്ലണ? ഞാൻ ഏതായാലും ഗുണം പിടിക്കില്ല. സീസണില് സ്റ്റാർട്ടിങ്ങില് കുറച്ച് സമയം ഞാൻ അങ്ങനത്തെ ഒരാളല്ല. എന്നിട്ട് എന്തുകൊണ്ട് അയാൾ എന്നോട് പറഞ്ഞില്ല? തൽക്കാലം ഇത്രയും മതി, വരട്ടെ.